നരേന്ദ്രമോദിയാണ് നേതാവെങ്കിൽ ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക അവിടെ ഉണ്ടാകും. ആ മനുഷ്യനെ ആരെങ്കിലും തൊട്ടാൽ ഞങ്ങൾ അവിടെ എത്തും. പക്ഷേ ഇന്ത്യക്ക് പുതിയൊരു നേതാവാണ് വരുന്നതെങ്കിൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടയിൽ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത്. ഒട്ടനോട്ടത്തിൽ ഇതൊരു അമേരിക്കൻ സൗഹൃദ പ്രകടനമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം അതല്ല. കഴിഞ്ഞ 16 മാസമായി ഇന്ത്യയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ആഗോള ഗുണ്ടയെ കൊണ്ട് ഇന്ത്യയുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് തിരുത്തി പറയിപ്പിച്ചതിന്റെ രാഷ്ട്രീയമാണ് ഈ വാർത്ത. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടയിൽ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൈകൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. 16 മാസങ്ങൾക്ക് ശേഷമുള്ള ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയാണ്. ഈ വീഡിയോ കണ്ടതോടെ നമ്മുടെ നാട്ടിലെ ചില അന്തം സുഡാപ്പികൾ അതിന് താഴെ വന്ന് വലിയ രോഷപ്രകടനമാണ് നടത്തുന്നത്. സ്വന്തം പട്ടാളക്കാരെ കൊന്ന ട്രംപിന് മോദി കൈകൊടുക്കുന്നു, ഇത്രയും നാണം കെട്ട ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടോ എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യം. ഈ കമന്റ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഇറാനിലെ IRGC തീവ്രവാദികളെയാണോ ഇവർ സ്വന്തം പട്ടാളക്കാർ എന്ന് വിളിക്കുന്നത് എന്നാണ്. പിന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായത്. ഈ അടുത്ത് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വിദേശ വാണിജ്യ കപ്പലുകളെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അതിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നല്ലോ. ഈ നാവികർ എന്ന് കേട്ടപ്പോൾ ഈ പൊട്ടന്മാർ മനസ്സിലാക്കിയത് അത് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരാണെന്നാണ്. ഇവർക്കൊക്കെ എന്ന് നേരം വിളിക്കുമെന്ന് ഒരു പിടിയുമില്ല. ഒന്നാമത്തെ കാര്യം, അമേരിക്ക ആക്രമിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുമല്ല, ഇന്ത്യൻ വാണിജ്യ കപ്പലുകളുമല്ല, മറിച്ച് ഉപരോധം ലംഘിച്ച വിദേശ വാണിജ്യ കപ്പലുകളെയാണ്. അതിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള കപ്പൽ ജീവനക്കാരാണ്, മർച്ചന്റ് നേവി സെയിലേഴ്സ് ആണ് നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം നടന്ന G7 ഉച്ചകോടിയിൽ മോദിയും ട്രംപും ഒരുമിച്ചിരുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ കണ്ടത് ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ കരുത്താണ്. സാക്ഷാൽ ട്രംപിനെ ഒപ്പം ഇരുത്തിക്കൊണ്ട് മോദി 3 വട്ടം ആവർത്തിച്ച് ചോദിച്ചു, വിദേശ വാണിജ്യ കപ്പലുകളെ അമേരിക്ക ആക്രമിക്കുന്നത് തികച്ചും തെറ്റാണ്. ലോകമെമ്പാടും ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന്. സ്വന്തം രാജ്യത്തിന്റെ കപ്പലുകളെ അമേരിക്ക ആക്രമിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പോലും ലോക പോലീസായ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി അവരുടെ നടപടിയെ വിമർശിക്കാൻ കഴിഞ്ഞു എന്നത് ഇന്നത്തെ ഇന്ത്യക്ക് മാത്രം സാധിക്കുന്ന അങ്ങേയറ്റത്തെ നയതന്ത്ര വിജയമാണ്. G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ വളരെ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ ട്രംപ് നരേന്ദ്രമോദിയെ ലോകത്തെ ഏറ്റവും കടുത്ത വിലപേശൽ നടത്തുന്ന നേതാവ്, ഒരു ടഫ് ട്രേഡർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ-US ബന്ധത്തിന്റെ പ്രധാന നെടുന്തൂൺ എക്കാലത്തും വ്യാപാരമാണ്. ഇറക്കുമതി തീരുവ, വിപണിയിലെ ലഭ്യത എന്നിവയിലെ ഭിന്നതകൾ പരിഹരിക്കാനും പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സഹകരണം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അവരെ പ്രശംസിക്കുക എന്നതാണ് ഒരു സ്ഥിരം തന്ത്രം. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യയുടെ മേൽ വലിയ രീതിയിലുള്ള ഇറക്കുമതി തീരുവകളും ഉപരോധങ്ങളും അടിച്ചേൽപ്പിച്ച് ഇന്ത്യയെ സാമ്പത്തികമായി തളർത്താൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. പകരം യൂറോപ്പിലേക്കും ന്യൂസിലാൻഡിലേക്കും ഒക്കെ സ്വതന്ത്ര വ്യാപാര കരാർ വഴി ഇന്ത്യ തങ്ങളുടെ മാർക്കറ്റ് വൈവിധ്യീകരിച്ചു. സ്വന്തം താല്പര്യങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടി അമേരിക്കയുടെ മുഖത്ത് നോക്കി നോ പറയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഈ അടിയറവ് പറയാത്ത കരുത്ത് കണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നിലപാട് മാറ്റി മോദിയെ പുകഴ്ത്തുന്നത്. പ്രധാനമന്ത്രി മോദി അമേരിക്കയുടെ അടിമയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും വലിയ മറുപടി കൂടിയാണത്. കാരണം പ്രതിപക്ഷത്തിന് പരിചയമുള്ളത് സ്വന്തം രാജ്യത്ത് മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ പോലും പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ സമ്മതത്തിനായി യാചിച്ചു നിന്ന ഒരു ഇറ്റാലിയൻ വനിതയുടെ അടിമയായിരുന്ന ഒരു പഴയ പ്രധാനമന്ത്രിയാണല്ലോ. ലോക പോലീസായ അമേരിക്കയുടെ മുന്നിൽ എക്കാലവും ഓച്ചാനിച്ചു നിന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് തോറ്റു എന്ന് പറയിപ്പിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യൻ നയതന്ത്രം ഇന്ന് വളർന്നിരിക്കുന്നു. മോദി നേതൃത്വത്തിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ആഗോളതലത്തിൽ വലിയൊരു റോളുണ്ട് എന്നും ട്രംപ് തുറന്ന് സമ്മതിച്ചു. അതിനർത്ഥം ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാടുകളും ആഗോള സ്വാധീനവുമെല്ലാം ഇപ്പോഴത്തെ സുസ്ഥിരമായിട്ടുള്ള ഭരണ നേതൃത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാമെന്നതാണ്. അമേരിക്ക ഒരിക്കലും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തല്ല, മറിച്ച് താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന, സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരൻ ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഇന്നത്തെ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകത്തിലെ മുഴുവൻ വിറപ്പിക്കുന്ന ചട്ടമ്പിയെ കൊണ്ട് പോലും സ്വന്തം രാജ്യത്തിന്റെ കരുത്ത് അംഗീകരിപ്പിച്ചിട്ടാണ് നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.